നമസ്കാരം. വിജ്ഞാനകലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഡൈവേഴ്സിറ്റി അഥവാ നാനാത്വമാണ്. എല്ലാവരും വ്യത്യസ്തരാണ്. എന്തിലാണ് വ്യത്യസ്തതയില്ലാത്തത്? ഭക്ഷണരീതി, ആകാരം, വർണ്ണം എല്ലാത്തിലും വ്യത്യസ്തരാണ്. എന്നാൽ അസമത്വവും നാനാത്വവും ഒന്നാണോ? അല്ല. പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും സമൂഹത്തിലുള്ളത് നാനാത്വമല്ല, അസമത്വം അഥവാ ഇന്നിക്വാലിറ്റിയാണ്. ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന അവസരങ്ങളുടെയും വിഭവങ്ങളുടെയും വ്യത്യാസമാണ് അസമത്വം സൃഷ്ടിക്കുന്നത്. ജാതി സമ്പ്രദായം ഒരു നാനാത്വമല്ല, അത് അസമത്വമാണ്. എന്തിനാണ് നാനാത്വം? നാനാത്വം ഇല്ലായിരുന്നെങ്കിൽ എന്തു സംഭവിച്ചേനെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണോ കളർ ടി വി ആണോ കൂടുതൽ ഇഷ്ടം? എന്നും ഒരേ ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയിരിക്കും? ഇതുതന്നെയാണ് നാനാത്വത്തിൻ്റെ പ്രാധാന്യം. നമുക്ക് നാനാത്വത്തെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. തീവണ്ടിയും ബസ്സും വിമാനവും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾ കുതിരകളെയും ഒട്ടകങ്ങളെയും കാളകളെയും കാൽനടയായും ഒക്കെ സഞ്ചരിച്ചിരുന്ന കാലം. കച്ചവടത്തിനും നല്ല താമസ സൗകര്യങ്ങളുമൊക്കെ തേടി പുതിയ സ്ഥലങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചിരുന്നു. യുദ്ധവും ദാരിദ്ര്യവും വരൾച്ചയും ഒക്കെ പലായനത്തിനുള്ള മറ്റു കാരണങ്ങളായി. പക്ഷേ ഈ പ്രയാണങ്ങളെല്ലാം മാസങ്ങളോ വർഷങ്ങളോ നീണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തെത്തിയാൽ വളരെ കാലം അവരവിടെ തങ്ങിയിരുന്നു. പുതിയ സ്ഥലങ്ങളിൽ ജീവിതം ആരംഭിച്ചപ്പോൾ ജനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ചിലർ പഴയ രീതികൾ തന്നെ തുടർന്നു. അതുകൊണ്ട് തന്നെ ഭാഷ, ഭക്ഷണം, സംഗീതം, മതം എന്നിവയെല്ലാം പഴയതിൻ്റെയും പുതിയതിൻ്റെയും ഒരു സങ്കരം അഥവാ ഒരു മിക്സ്ചറായി തീർന്നു. അങ്ങനെ സംസ്കാരങ്ങളുടെ സങ്കരം മൂലം പുതിയ സംസ്കാരങ്ങൾ ഉണ്ടായി. പല ദേശങ്ങളുടെയും ചരിത്രം നോക്കിയാൽ എത്രയെത്ര സംസ്കാരങ്ങൾ ആ ദേശത്തിൻ്റെ സംസ്കാരത്തെ രൂപീകരിക്കാൻ സ്വാധീനിച്ചു എന്ന് മനസ്സിലാവും. ഭൗമശാസ്ത്രപരമായ കാര്യങ്ങളും ഒരു സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഉദാഹരണത്തിന്, കടൽ തീരത്ത് താമസിക്കുന്നവരുടെയും മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെയും സംസ്കാരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. വസ്ത്രധാരണ രീതിയിലും ഭക്ഷണ രീതിയിലും മാത്രമല്ല, ചെയ്യുന്ന ജോലികളിൽ തന്നെ വ്യത്യാസം വരാം. നമുക്ക് രണ്ട് ദേശങ്ങളെ തമ്മിൽ ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഒന്ന് കേരളം, രണ്ടാമത് ലഡാക്ക്. ഈ രണ്ട് ദേശങ്ങളുടെയും ഭൗമശാസ്ത്രപരമായും മറ്റുമുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ അവിടുത്തെ സംസ്കാരത്തെ രൂപീകരിക്കാൻ സഹായിച്ചു എന്ന് നോക്കാം. ആദ്യം തന്നെ ലഡാക്ക്. ജമ്മു കശ്മീരിൻ്റെ കിഴക്കൻ മലനിരകളിലുള്ള ഒരു മലമ്പ്രദേശമാണ് ലഡാക്ക്. മഴ അധികം ലഭിക്കാത്തതിനാലും വർഷത്തിൽ ഭൂരിഭാഗം സമയവും മഞ്ഞു പുതഞ്ഞു കിടക്കുന്നതിനാലും കൃഷിക്കുള്ള സാധ്യത ഇവിടെ വളരെ കുറവാണ്. മരങ്ങളെല്ലാം വളരെ കുറച്ചു മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് മഞ്ഞുരുകി ലഭിക്കുന്ന വെള്ളമാണ് കുടിക്കാനായി ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ ആളുകൾ ചെമ്മരിയാടുകളെ വളർത്തുന്നു. ഇവിടുത്തെ ചെമ്മരിയാടുകളിൽ നിന്നാണ് പ്രശസ്തമായ പഷ്മിന കമ്പനികൾ ഉണ്ടാക്കുന്നത്. ലഡാക്കിലെ ആളുകൾ കമ്പിളി, അതായത് ചെമ്മരിയാടുകളുടെ രോമം ശ്രദ്ധാപൂർവം എടുത്ത് കശ്മീരിലെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. കശ്മീരിലാണ് പഷ്മിന ഷാളുകൾ നെയ്യുന്നത്. ലഡാക്കിലെ ആളുകളുടെ മുഖ്യ ഭക്ഷണം മാംസവും പാലുൽപ്പന്നങ്ങളുമാണ്. ഓരോ കുടുംബങ്ങൾക്കും ആടുകളോ പശുക്കളോ മലങ്കാളകളോ ഒക്കെ ഉണ്ടാകും. ലഡാക്കിനെ കച്ചവടക്കാർക്കും ഒത്തിരി സ്നേഹിച്ചിരുന്നു. ലഡാക്കിലൂടെ കച്ചവട സംഘങ്ങൾ ഇന്നത്തെ ടിബറ്റിലേക്ക് സഞ്ചരിച്ചിരുന്നു. ഇവർ തുണികളും പട്ടുനൂലുകളും സുഗന്ധദ്രവ്യങ്ങളും പരവതാനികളുമാണ് കച്ചവടം ചെയ്തിരുന്നത്. ബുദ്ധിസം ടിബറ്റിലേക്ക് എത്തിയത് ലഡാക്ക് വഴിയാണ്. ലഡാക്കിനെ ചെറു ടിബറ്റ് അഥവാ ലിറ്റിൽ ടിബറ്റ് എന്നും വിളിപ്പേരുണ്ട്. ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം മതം ഈ പ്രദേശത്തേക്ക് വന്നത്. ഇസ്ലാം മതവിശ്വാസികളുടെ കാര്യമായ ജനസംഖ്യ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. വാമൊഴിയിലൂടെ കൈവന്ന പാട്ടുകളുടെയും കവിതകളുടെയും ഒരു സമ്പുഷ്ടമായ പാരമ്പര്യം തന്നെ ലഡാക്കിനുണ്ട്. ടിബറ്റിൻ്റെ ദേശീയ മഹാകാവ്യമായ കേസർ സാഗയുടെ നാടൻ പതിപ്പുകൾ ബുദ്ധമത വിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും അനുഷ്ഠിക്കുന്നു. ഇനി നമുക്ക് കേരളത്തെ പറ്റി ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ ദക്ഷിണ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു വശത്ത് സമുദ്രത്താലും മറുവശത്ത് മലകളാലും ചുറ്റപ്പെട്ട സംസ്ഥാനമാണ് കേരളം. കുരുമുളക്, ഏലം, കറിയാമ്പു തുടങ്ങിയ പലതരം സുഗന്ധദ്രവ്യങ്ങൾ ഇവിടുത്തെ മലമ്പ്രദേശങ്ങളിൽ വിളയിക്കുന്നു. കേരളത്തിലേക്ക് കച്ചവടക്കാരെ ആകർഷിച്ചത് ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. ജൂതന്മാരും അറബികളുമാണ് കേരളത്തിൽ ആദ്യമായി കച്ചവടത്തിനെത്തിയത്. ക്രിസ്തുവിൻ്റെ അനുയായിയായി തോമാസ് ലീഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹമാണ് ഭാരതത്തിൽ ക്രിസ്തുമതം കൊണ്ടുവന്നത്. ഒത്തിരി അറബികളും ഇവിടെ വരികയും താമസിക്കുകയും ചെയ്തു. ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയ ഇബ്നു ബത്തൂത്ത തൻ്റെ യാത്രാക്കുറിപ്പിൽ മുസ്ലിങ്ങളുടെ ജീവിതത്തെപ്പറ്റി വിവരിക്കുകയും അവർ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന സമുദായമായും വിവരിച്ചിട്ടുണ്ട്. വാസ്കോഡ ഗാമയുടെ വരവോടുകൂടിയാണ് പോർട്ടുഗീസുകാർ യൂറോപ്പിൽ നിന്നും ഇവിടേക്കുള്ള കടൽമാർഗം കണ്ടുപിടിച്ചത്. ഇങ്ങനെ ചരിത്രപരമായ പല സ്വാധീനങ്ങളാൽ കേരളത്തിലെ ജനങ്ങൾ ജൂതായിസം, ഇസ്ലാം, ക്രിസ്ത്യൻ, ബുദ്ധിസം, ഹിന്ദുയിസം പോലുള്ള പല വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്.
കേരളത്തിൽ ഇപ്പോൾ കാണുന്ന മീൻവലകൾ ചൈനയിൽ മീൻവലകൾ പോലെ തന്നെയാണ്. ചീനവല എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചീനച്ചട്ടി ചൈനയിൽ നിന്നും വന്നതാണ്. ചീൻ എന്ന വാക്ക് തന്നെ ചൈനയിൽ നിന്ന് വന്നതാകാം. ഫലഭൂഷ്ടിയുള്ള മണ്ണും കാലാവസ്ഥയും നെല്ല് വിളയിക്കാൻ പറ്റിയ ഇടമായി കേരളത്തെ മാറ്റുന്നു. ഭൂരിഭാഗം ആളുകളും അരിഭക്ഷണം ആണ് കഴിക്കുന്നത്. അരി കൂടാതെ മീൻ, പച്ചക്കറി എന്നിവയാണ് മറ്റു ഭക്ഷണ രീതികൾ. ഭൗമശാസ്ത്രപരമായി വ്യത്യാസം നിലനിൽക്കുമ്പോഴും കേരളവും ലഡാക്കും തമ്മിൽ ചരിത്രപരമായി ഒരേ തരത്തിൽ സ്വാധീനിക്കപ്പെട്ടു. രണ്ടു ദേശങ്ങളുടെയും ചൈനക്കാരും അറബികളും സ്വാധീനിച്ചു. ഭൂമിയുടെ പ്രത്യേകത കൊണ്ട് കേരളം സുഗന്ധദ്രവ്യങ്ങൾ കൃഷി ചെയ്തപ്പോൾ ലഡാക്കിനെ ആകർഷകമാക്കിയത് അവിടുത്തെ കമ്പിളിയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രവും ഭൗമശാസ്ത്രവും ഒരേ ദേശത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ ഇണചേർന്നിരിക്കുന്നു. പണ്ടുകാലങ്ങളിൽ മാത്രമല്ല, ഇപ്പോഴും സംസ്കാരങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജോലി സംബന്ധമായോ അതുമല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ മറ്റു നാട്ടിലെത്തിയാൽ നമ്മുടെ രീതികളൊക്കെ മാറ്റം വരുന്നില്ലേ? അതുതന്നെ. നാനാത്വത്തിൽ ഏകത്വം. നാനാത്വം ഇന്ത്യയുടെ കരുത്തായാണ് കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത ഇന്ത്യൻ ജനതയിൽ പല സംസ്കാരങ്ങളിൽ നിന്നുള്ള ജനങ്ങളുണ്ടായിരുന്നു. പലതരം സംസ്കാരങ്ങളുള്ള ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ എളുപ്പമാണെന്നാണ് ബ്രിട്ടീഷുകാർ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ നാനാത്വത്തിൽ ഏകത്വം എങ്ങനെ ഉണ്ടാകാമെന്ന് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്ന ചിഹ്നങ്ങളും ഘനങ്ങളും നമ്മുടെ നാടിൻ്റെ സമ്പുഷ്ടമായ പാരമ്പര്യവും വൈവിധ്യമാർന്ന സംസ്കാരത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറയുന്നു: ഭാരതത്തിൻ്റെ ഐക്യം ബാഹ്യശക്തികളാൽ അടിച്ചേൽക്കപ്പെട്ടതല്ല, മറിച്ച് ഭാരതത്തിൻ്റെ ആഴത്തിൽ നിന്നും മടക്കുകളിൽ നിന്നുമാണ് ഉദ്ഭവിച്ചത്. വിശ്വാസങ്ങളെയും മാമൂലുകളെയും വിപുലമായ സഹിഷ്ണുതയിലൂടെ ആചരിച്ചു പോരുകയും ഓരോ വൈവിധ്യത്തെയും ആചരിക്കുകയും വകവച്ചു കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ശൈലി നമ്മുടെ നാടിനെ വർണ്ണിക്കുവാനായി ഉദ്ധരിച്ചത്. നമ്മുടെ ദേശീയഗാനം ഇന്ത്യയുടെ നാനാത്വത്തെ വർണ്ണിക്കുന്ന കൃതിയുടെ ഉത്തമ ഉദാഹരണമാണ്. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.